HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മുടെ HSI സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി അല്ലേ. മറ്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നല്ലോ, മറ്റ് സബ്ജക്റ്റുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വന്നല്ലോ, പിന്നെ ഈ സോഷ്യൽ സയൻസിൻ്റെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഒരു ചോദ്യത്തിൻ്റെ നിര തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, തുടക്കത്തിലെ ഞാൻ നിങ്ങളോട് പറയാം, കുട്ടികൾ ഒരു കാരണവശാലും നിങ്ങൾ നിരാശരാകേണ്ട. ഉടൻ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ സോഷ്യൽ സയൻസിനെ താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ള വകയുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സമയം കളയണ്ട, നമുക്ക് അതിലേക്ക് തന്നെ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു എക്സാമ്പിൾ ഒന്ന് കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ HSIയുടെ സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ താമസിക്കുന്നത്? ഇത് നമ്മുടെ മുൻ വർഷം നമ്മൾക്ക് വിളിച്ചിരുന്ന സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കിയാൽ നമുക്ക് ലാസ്റ്റ് HSI സോഷ്യൽ സയൻസ് വിളിച്ചിരിക്കുന്നത് 2021 അല്ലേ. 2021 ലാസ്റ്റ് സോഷ്യൽ സയൻസ് എക്സാം നമുക്ക് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ, ഉയർന്നിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ ഇതിൽ പറയുന്ന പ്രകാരം 29,200 ടു 62,400 മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളെ തീർച്ചയായിട്ടും ഇതിലേക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് തയ്യാറെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകമാണ് അല്ലേ. തീർച്ചയായിട്ടും അധ്യാപകരായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് എറണാകുളം ജില്ലയിലെ മാത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. എറണാകുളം ജില്ലയിൽ 2021 വിളിച്ച HSI സോഷ്യൽ സയൻസ് എക്സാമിന് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് എത്രയാണ്? 1399 ആപ്ലിക്കേഷൻസ് ആണ് മുഴുവൻ ഉണ്ടായിരുന്നത്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1399 ആപ്ലിക്കേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് OMR എക്സാമിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1068 പേരാണ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത്, അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഓക്കെ, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് 1399 ആണ്. എന്നാൽ എക്സാം എഴുതിയിരിക്കുന്നത് 1068 പേരാണ്. ഓക്കെ, ഇതിലും ഇനി ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ താമസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലായ ചോദ്യം അല്ലേ. നമുക്ക് എല്ലാവർക്കും പരീക്ഷ എഴുതാനായിട്ട് നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി ഇരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് താമസിക്കുന്നതെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. നോക്കിയേ, ഇവിടെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്, ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് എന്നാണ് 20/5/2023 20/5/2023 നമ്മുടെ കഴിഞ്ഞ സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് അല്ലേ. എന്നാൽ റാങ്ക് ലിസ്റ്റ് വന്നതോ? റാങ്ക് ലിസ്റ്റ് വന്നത് നോക്കിയേ 8/12/2023 8/12/2023 മാത്രമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കുട്ടികളെ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ്? മുൻ വർഷത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പം നിലവിൽ ഒരു വർഷമേ ആയിട്ടുള്ളൂ. ഒരു വർഷമേ നമ്മൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടായിട്ടുള്ളൂ. അപ്പം മറ്റ് സബ്ജക്റ്റുകളുടെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലതും 14, 16, 18, 23 മാസങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ
അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. മറ്റ് സബ്ജക്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നത് ഏകദേശം 1.5 വർഷം 2 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ താമസിക്കത്തില്ല, ഉടൻ തന്നെ നമുക്ക് വരും. ഓക്കെ, അപ്പം ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് മാറേണ്ട, നിരാശപ്പെടേണ്ട ഒരു കാര്യവും അതിനകത്തില്ല. ഓക്കെ, നമുക്ക് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, അതിൻ്റെ നിയമനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും നമ്മുടെ ആ അറിവിലേക്ക് നമ്മൾക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഓക്കെ, യെസ്, നമ്മുടെ നിലവിലത്തെ കഴിഞ്ഞ എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിരിക്കുന്ന അപ്പോയിൻമെൻറ്റുകളെയും കൂടെ നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം, 1 വർഷം കൊണ്ട് നടന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ. അപ്പോൾ അത് ജില്ല തിരിച്ചുള്ള ഒരു കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം, തിരുവനന്തപുരം മുതൽ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. തിരുവനന്തപുരത്ത് നമുക്ക് ടോട്ടൽ അഡ്വൈസ് 1 വർഷം പോയിരിക്കുന്നത് 20 ഓക്കെ, ടോട്ടൽ അഡ്വൈസ് 20, കൊല്ലം 23, പത്തനംതിട്ട 6, അതുപോലെ ആലപ്പുഴ 22, കോട്ടയം പോയിരിക്കുന്നത് 11, എറണാകുളം 15. എറണാകുളം ജില്ലയുടെയാണ് നമ്മളൊരു മോഡലായിട്ട് നമ്മൾ കാണിച്ചത് അല്ലേ. ഓക്കെ, യെസ്. അതുപോലെ ഇടുക്കി ജില്ലയിൽ 4 അഡ്വൈസാണ് പോയിരിക്കുന്നത്. തൃശ്ശൂരാണെങ്കിൽ 18, പാലക്കാട് 42 അല്ലേ. ഓക്കെ, മലപ്പുറം 57, മലപ്പുറം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് 27, വയനാട് 8, കണ്ണൂർ 28, കാസർഗോഡ് 29. കുട്ടികളെ, ഞാൻ ഇത് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം, ഈ 1 വർഷം കൊണ്ട് നടന്നിരിക്കുന്ന അപ്പോയിൻമെൻറ്റ്സുകൾ അല്ലെങ്കിൽ പോയിരിക്കുന്ന അഡ്വൈസുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. കൃത്യമായിട്ടും നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതും ഇപ്പം നിയമനം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഉടൻ തന്നെ ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ, അതായത് ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഉറപ്പ്. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ നമ്മൾക്ക് പഠിച്ച് തയ്യാറെടുക്കാനായിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എത്രമാത്രം ശക്തമായിട്ടുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്നതെന്നുള്ളത്. ഇത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല, അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതിയവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയും എഴുതാനുള്ളവരോട് കൂടെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് നമ്മൾ ഇനിയും സമയം പഠിക്കാനായിട്ട് മുമ്പോട്ട് മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ നമ്മൾ പഠിച്ച് തുടങ്ങണം. അത്രമാത്രം നല്ല കോമ്പറ്റീഷൻ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്. ആദ്യത്തെ റാങ്കുകളിൽ നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് നാൾ കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ടീച്ചർ ജോലിയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു സമയം പോലും നമുക്ക് ഇനി മുമ്പോട്ട് കളയാനായിട്ട് ഇല്ല. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതുവരെ ആ മനസ്സിലുണ്ടായിരുന്ന ടെൻഷനൊക്കെ മാറിയല്ലോ. ഓക്കെ, മാറി. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ള സമയമാണ്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം വലുതാണ് അല്ലേ. ഇവിടെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഈ പരീക്ഷ എഴുതി നിങ്ങൾ പാസ്സാകുന്നവരെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ടീമെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നമ്മൾക്ക് പഠിച്ച് തയ്യാറെടുത്ത് തന്നെ മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മാസം 16-ാം തീയതി വൈകുന്നേരം നമ്മളൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇനി മുമ്പോട്ട് നമ്മൾ എങ്ങനെ പോകണം, എങ്ങനെ നമ്മൾ പഠിക്കണം, എന്നത്തേക്ക് നമ്മൾ പരീക്ഷയെ കൃത്യമായിട്ട് പ്രതീക്ഷിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ 16-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, അപ്പം ആ വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അപ്പം 16-ാം തീയതി വൈകിട്ട് നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.